വേറെ സംഗീതം ഇല്ലേ, എനിക്കാശ്രയം നീതാൻ. നാലാ കൈവെടിയല്ലേ കാത്തുരക്ഷിക്കാൻ സാരാ. കർത്താവേ എന്നാശ്രയം, പാദമെൻ ശരണം. ചിറകിൽ കീഴുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 18-ാം സങ്കീർത്തനം 2-ാം വാക്യം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. രാജാവെന്ന നിലയിൽ തനിക്കുണ്ടായ വിജയങ്ങൾക്കെല്ലാം അടിസ്ഥാനം ദൈവശക്തിയാണെന്ന് ദാവീദ് ഈ വാക്യത്തിലൂടെ സാക്ഷീകരിക്കുന്നു. ദൈവത്തെ വിശേഷിപ്പിക്കുന്ന വിശേഷണ പദങ്ങൾ, രൂപകങ്ങൾ എന്നിവ ഈ വാക്യങ്ങളിൽ കാണാം. പാറ, ശൈലം എന്നിവ ഉറപ്പുള്ളതും ബലമുള്ളതുമായ അടിസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് രക്ഷ പകരുന്ന സങ്കേതമായി ദൈവത്തെ ഇതിലൂടെ വർണ്ണിക്കുന്നു. സങ്കേതം, ഗോപുരം, പരിച എന്നിവ സംരക്ഷണത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇത് ദൈവിക സംരക്ഷണങ്ങളെയാണ് കാണിക്കുന്നത്. ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും ദൈവം നൽകുന്നുവെന്ന് ദാവീദ് ഈ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, വിശ്വാസിക്ക് ദൈവിക ബന്ധത്തിൽ ലഭിക്കുന്ന സംരക്ഷണം ഈ വാക്യത്തിൽ പ്രതിഫലിച്ച് കാണാം. ദുഃഖത്തിലും ഭാരത്തിലും പോരാട്ടങ്ങളിലുമായിരിക്കുന്നവർക്ക് ആത്മഫലം ലഭിക്കുവാൻ ഇന്നത്തെ വചനധ്യാനം മുഖാന്തരമാക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവിക സംരക്ഷണം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ ദിനം പ്രതി എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.